ഗാസ മുനമ്പിൽ അവശേഷിക്കുന്ന ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ജീവിത സാഹചര്യം മോശമാകുന്നുവെന്ന് വെളിപ്പെടുത്തി ക്രൈസ്തവ സന്നദ്ധ സംഘടനയായ എയ്ഡ് ടു ദ ചർച്ച് ഇൻ നീഡ് സംഘടന ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിക്കുന്ന വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. ഹമാസ് ഇസ്രായേൽ പോരാട്ടം സംഘർഷം വീണ്ടും ആരംഭിച്ച് 4 മാസത്തിനിടെ 30ഓളം ക്രിസ്ത്യാനികളാണ് ഗാസയിൽ മരിച്ചതെന്ന് സംഘടന റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഗ്രീക്ക് ഓർത്തഡോക്സ് ഇടവക കോമ്പൗണ്ടിൽ നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ 17 പേരും ഹോളി ഫാമിലി ദേവാലയത്തിൽ ഇസ്രായേലി സ്നൈപ്പർമാർ കൊലപ്പെടുത്തിയ 2 സ്ത്രീകളും ഇതിൽ ഉൾപ്പെടുന്നു. 11 പേർ വിവിധ അസുഖങ്ങളെ തുടർന്ന് മതിയായ ചികിത്സ ലഭിക്കാതെയാണ് മരിച്ചതെന്ന് പ്രാദേശിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നു. മേഖലയെ വടക്കും തെക്കും 2 വ്യത്യസ്ത ഭാഗങ്ങളായി തിരിച്ചിരിക്കുകയാണെന്നും ഭക്ഷണവും ഇന്ധനവും കണ്ടെത്തുന്നത് വളരെ പ്രയാസകരമായി തുടരുകയാണെന്നും ACN ചൂണ്ടിക്കാട്ടി. പ്രതിസന്ധികൾക്കിടയിലും ഒരു വൈദികനും 3 വ്യത്യസ്ത സന്യാസ സമൂഹങ്ങളിൽ നിന്നുള്ള 7 കന്യാസ്ത്രീകളും സേവനം തുടരുകയാണ്. ഗാസയിലെ ഏക കത്തോലിക്ക ദേവാലയമായ ഹോളി ഫാമിലി ഇടവകയിൽ അഭയം കണ്ടെത്തിയ ക്രൈസ്തവർക്കും മറ്റ് മതസ്ഥർക്കും ഇവർ സമാനതകളില്ലാതെ സേവനം ചെയ്യുകയാണ്.